അങ്ങനെ ഡോക്ടർ തിരുവനന്തപുരത്തെ കലക്ടറെ കുഴിനകം എടുക്കാൻ വേണ്ടി പോയ ഡോക്ടർ 250 രോഗികൾക്ക് ചികിത്സ കൊടുക്കാൻ പറ്റാതായിപ്പോയി. ഡോക്ടർ കലക്ടറെ കുഴിനകം വാർത്തയാക്കി. അപ്പോൾ മാപ്രയൊക്കെ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വാർത്തയാണല്ലോ, ഭയങ്കര വാർത്തയാണ്. അങ്ങനെ തിരുവനന്തപുരത്തെ കലക്ടറും ഡോക്ടറും തമ്മിൽ പ്രശ്നം. എൻ്റെ പൊന്നു ചങ്ങായിമാരെ, ഒരു ഡോക്ടറെ വിട്ടാൽ പോരെ കാലിൻ്റെ കുഴിനകത്തിൻ്റെ സംഗതി നോക്കാൻ വേണ്ടിയിട്ട്. അതിന് നിങ്ങൾ 10 പ്രാവശ്യം കോള് വന്ന് പിന്നെ വന്നിട്ട് ആ സാധനം ജാട തന്നെയാണ്, ഒടുക്കത്തെ ജാട. ഡോക്ടർമാരുടെ ജാട, ഊമ്പിയ ജാട കാണിച്ചാണ് അവിടെ. മര്യാദയ്ക്ക് പിന്നെ കോള് വന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു ജൂനിയർ ഡോക്ടറെ വിട്ടിട്ട് അതിൻ്റെ സ്ഥിതി എന്താണെന്നൊന്ന് നോക്കി പരിശോധിച്ചിട്ട് സീരിയസ് ആണെങ്കിൽ വരാൻ പറഞ്ഞാൽ പോരെ. തിരക്കിട്ട പണികൾ എടുത്തുകൊണ്ടിരിക്കുന്ന കലക്ടറായിരിക്കും. ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു കലക്ടറല്ലേ ഉള്ളൂ. നിങ്ങൾ പിന്നെ എത്ര ഡോക്ടർമാരുണ്ട് ആശുപത്രിയിൽ? നല്ല രീതിയിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ്. ഞാൻ പിന്നെ എനിക്ക് നല്ല പരിചയമുണ്ട് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കുറിച്ച്. നല്ല ഉഷാറായിട്ട് അറിയാം. കോഴിക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അരമണിക്കൂർ നേരം കൊണ്ട് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയെടുത്ത ഒരു കേസ് തിരുവനന്തപുരത്ത് 3 ദിവസമാണ് ഇട്ടെന്നെ വലച്ചത്. എനിക്ക് നന്നായിട്ട് അറിയാം തിരുവനന്തപുരത്തെ ഡോക്ടർമാരുടെ പിന്നെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അങ്ങനെ ഊളത്തരം പറയണ്ട. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? വീട്ടിലെ ചികിത്സ, സർക്കാരിൻ്റെ ശമ്പളം, വീട്ടിലെ ചികിത്സ. ഈ പണി എടുക്കാത്ത എത്ര സർക്കാർ ഡോക്ടർമാരുണ്ട് കേരളത്തിൽ? കാണുന്നോ നിങ്ങൾ? ഇമാതിരി പിന്നെ ഒന്നല്ലെങ്കിൽ ഒരേ പിന്നെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? കലക്ടർ അപമാനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പാവപ്പെട്ട കലക്ടർ, അയാളെ കാലിന് കുഴിനകം വെച്ച് ആരോടും പറയാതെ, കുഴിനകാന്ന് പോലും ഈ ഷൂ എപ്പോഴും കാലിലിട്ട് നടക്കുന്ന ആൾക്കാരല്ലേ. ഇത് വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ഇടങ്ങാറാണ്. നടക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അങ്ങനത്തെ കണ്ടീഷനിൽ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു കഥ ഓർമ്മയുണ്ട്. പണ്ടൊരു ഡോക്ടറെ കഥ. അതായത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, വളരെ ഫേമസ് ആയിരുന്നു അയാൾ. ആ ഡോക്ടർ അയാൾ ചികിത്സിക്കുന്ന അയാളുടെ സ്ഥിരം ഒരു രോഗി ഉണ്ടായിരുന്നു. അയാൾ നല്ല അത്യാവശ്യം പൈസ ഉള്ള വീട്ടിലാണ്, കോടീശ്വരനാണ്. അയാൾ ആഴ്ചയിൽ ഒരു 3 ദിവസം അയാളുടെ സ്വന്തം കാറുമായിട്ട് വരും, മരുന്ന് മേടിക്കും, തിരിച്ചു പോകും. അങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലൊക്കെ തുടങ്ങിയ ഡോക്ടർ വർഷങ്ങൾ കഴിഞ്ഞപ്പം വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. അയാളുടെ മോളെ പിന്നെ അമേരിക്കയിൽ പഠിക്കാൻ വിട്ടു. ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ടാക്കി. പിന്നെ മകനെ ഇംഗ്ലണ്ടിൽ, ലണ്ടനിൽ വിട്ടിട്ട് പിന്നെ വലിയൊരു ഡോക്ടറാക്കി. ഇതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ വലുതായി. അങ്ങനെ ഒരു ദിവസം ഈ ഡോക്ടർ പിന്നെ പറഞ്ഞു, ഏതായാലും മോനെ നീ ഡോക്ടറൊക്കെ ആയി വന്നില്ലേ, മോളെ ആണെങ്കിൽ കെട്ടിച്ചുവിട്ട് അവളും വേറൊരു സ്ഥലത്താണ്. അച്ഛനും അമ്മയ്ക്കും പിന്നെ ഒരു സ്ഥലത്ത് വരും, 1-2 സ്ഥലങ്ങളിലൊക്കെ കാണാനുണ്ട്, പുണ്യയാത്രയൊക്കെ നടത്താനുണ്ട്. അതുകൊണ്ട് മകനൊരു പണി ചെയ്യണം, ആ മകൻ ഇതൊന്ന് നോക്കി നടത്തണം, ഞങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടാളും മകനെ ഈ വലിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോയി. ഇതൊരു കഥയാണ് കേട്ടോ, ഇതിൻ്റെ ക്ലൈമാക്സൊക്കെ കേൾക്കണം. അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോയി. കുറേ 2-3-4 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പം ഒരു ഭക്ഷണം വൈകുന്നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മകൻ പറഞ്ഞു, അച്ഛാ ഒരു സന്തോഷ വാർത്ത എനിക്ക് അച്ഛനോട് പറയാനുണ്ട്. എന്താണ് മോനെന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛൻ്റെ ഒരു സ്ഥിരം രോഗിയില്ലേ, ആ പഴയ പ്രീമിയർ പത്മിനി വണ്ടിയിൽ വരുന്ന ആൾ, ആ പ്രായമായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ഞാൻ കണ്ടുപിടിച്ചു. ആ പ്രശ്നത്തിന് പരിഹാരമായി അച്ഛാന്ന് പറഞ്ഞു. അതിൽ ഈ തന്ത ഡോക്ടർ ഒരൊറ്റ അടിയാണ് നെഞ്ചത്ത്. കർത്താവേ നീ എന്താണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു. അത് അച്ഛാ, പിന്നെ അയാളുടെ മാറാത്ത തലവേദനേൻ്റെ കാരണം അയാളുടെ മൂക്കിൻ്റെ ഉള്ളിൽ നിന്നും നെറുകന്തലയിലേക്ക് പോയ ഒരു രോമമായിരുന്നു. ഇതിങ്ങനെ 2 ദിവസം 3 ദിവസമൊക്കെ ഈ വേദനയ്ക്കുള്ള ഗുളിക കഴിച്ച് കഴിയുമ്പോൾ ഈ രോമം ഇങ്ങനെ തലച്ചോറിൽ തട്ടിയിട്ട് ഉണ്ടാകുന്ന വേദനയ്ക്കാണ് അച്ഛൻ ഇയാളെ കഴിഞ്ഞ 25-30 വർഷമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അയാളെ ആ രോമത്തിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ച ഉടനെ തന്നെ ഞാൻ ആ രോമം കുടിലിട്ട് വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞ അച്ഛൻ പറഞ്ഞു. അതങ്ങോട്ട് കേട്ടതോടുകൂടി ഈ മനുഷ്യൻ തലയ്ക്കൊരു അടിയടിച്ചിട്ട് തന്ത ഡോക്ടർ പറയുന്ന ഡയലോഗ് എന്താണെന്നറിയോ? എടാ നിനക്കറിയോ, നിന്നെ UK ഇട്ട് പഠിപ്പിച്ചതും MBBS കാരനാക്കിയതും ഈ വീടുണ്ടാക്കിയതും ഈ ഫ്ലാറ്റ് ഉണ്ടാക്കിയതും നിൻ്റെ അനിയത്തിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടതും അവളെ ഡോക്ടറാക്കിയതും USA വിട്ടതും ഒക്കെ ആ മനുഷ്യൻ്റെ ഒരൊറ്റ രോമമായിരുന്നടാ മൈരേന്ന് പറഞ്ഞു. മനസ്സിലായ? ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കറിയാം, രോഗികൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ കലക്ടറെ ഒന്ന് പോയി കണ്ടെന്ന് വിചാരിച്ചു. കലക്ടർ ജില്ലയിൽ ഒന്നേ ഉള്ളൂ. കലക്ടർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണേണ്ടി വരും. അതിനിവിടെ ഇംഗ്ലാവ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. വീട്ടിലെ ചികിത്സ ഞങ്ങൾ അല്ലെങ്കിൽ നിർത്തിക്കും. മനസ്സിലായില്ലേ? സ്വീകരിക്കാൻ വൈകിയത്തെ കലക്ടറെ മന്ത്രി ചതിച്ചൊന്ന് നാളത്തെ പേപ്പറിൽ 4 കോളം വാർത്തയാണ് വേണ്ടതെങ്കിൽ നിന്ന് തരാം സാർ.